ഇത് ഞങ്ങൾ കൊല്ലം ജില്ലയിലൂടെ നടത്തിയ യാത്രയുടെ രത്നചുരുക്കമാണ്. 2 പകലും 1 രാത്രിയും മാത്രമുള്ള ഒരു യാത്രയിൽ പരമാവധി കാഴ്ചകൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തും ജോയിൻ ചെയ്തും സപ്പോർട്ട് ചെയ്യൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ലോഗ്സിലേക്ക് ഹാർദമായ സ്വാഗതം. വെളുപ്പിന് ഇറങ്ങിയ യാത്രയാണ്. എത്തിയത് മൺറോ തുരുത്തിൽ. രാവിലെ 7 മണിക്ക് തുടങ്ങി 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര. ഒരു വള്ളത്തിലെ സവാരിയാണ് ആദ്യ ഐറ്റം. കണ്ടൽ മരങ്ങൾ നിറയുന്ന കാഴ്ചകളിലൂടെ ശാന്തമായ വെള്ളത്തിൽ വലിയ മുളവടിയൂന്നി പ്രവീൺ ബ്രോ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു അടിപൊളി അനുഭവത്തിലേക്കാണ്. ശാന്തമായ വെള്ളത്തിന്റെ കരയിലെല്ലാം മത്സ്യകൃഷി കാണാനും അതിന് തീറ്റി ഇട്ട് കൊടുക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. ഉയർന്നു താഴേണ്ട കുറെ പാലങ്ങൾക്കടിയിൽ കൂടി ഗ്രാമീണ കാഴ്ചകൾ നൂർന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ എത്തിയത് ചകിരി പിരിച്ച് കയറുണ്ടാക്കുന്ന ഒരു യൂണിറ്റിലേക്കാണ്. കൂട്ടിയിട്ടിരിക്കുന്ന ചകിരിനാരുകൾ പിരിച്ച് കയറാക്കുന്ന ചേച്ചിമാർ. കുറെ കാഴ്ചകൾക്ക് ശേഷം വള്ളത്തിലെ റൈഡ് കഴിഞ്ഞു. 8 ദ്വീപുകളുടെ ശേഖരം ഉൾക്കൊള്ളുന്ന മൺറോ ദ്വീപിലെ മറ്റു ചില കാഴ്ചകളിലേക്ക് യാത്ര തുടരുന്നു. പട്ടംതുരുത്തിൽ നിന്നും ഇടച്ചാൽ പാലത്തിലൂടെ പെരുന്തുരുത്തിലേക്ക്. കാണാൻ പോകുന്നത് ഒരു റെയിൽവേ പാലമാണ്, പെരുമൺ പാലം. 105 പേർ മരണപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കേരളത്തിൽ നടന്ന വലിയ ട്രെയിൻ ആക്സിഡൻസിൽ ഒന്നായ പെരുമൺ ദുരന്തം. തൊട്ടുമുമ്പിൽ കൊല്ലത്തെ മൺറോ ദ്വീപിലെയും പനയൻ നിവാസികളുടെയും യാത്രാക്ലേശത്തിന് ആശ്വാസമായി 2020 പണി തുടങ്ങി ഇടയ്ക്ക് മുടങ്ങിപ്പോയ പാലത്തിന്റെ പണികൾ പുരോഗമിക്കുന്നത് കാണാം. മൺറോ ദ്വീപ്, പെരുമൺ, അഷ്ടമുടിക്കായൽ എന്നിവയുടെ സൗന്ദര്യത്തെ ഉപയോഗപ്പെടുത്തി ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിൽ പൊതുമരാമത്ത് വകുപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പാലം കഴിയുന്നത്ര വേഗത്തിലാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് അടുത്തിടത്തേക്ക് പുറപ്പെട്ടു. 2 റെയിൽവേ ലൈൻ ക്രോസ് ചെയ്ത് ഒരു പുരയിടത്തിന്റെ പിന്നാമ്പുറത്തുകൂടി ചെന്ന് കയറുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നായ കൊല്ലം മൺറോ ദ്വീപിലെ ഡച്ച് പള്ളി കാണാനാണ്. 1878 ഡച്ചുകാർ പണികഴിപ്പിച്ച ഡച്ച് കേരള വാസ്തുവിദ്യയുടെ സമന്വയമാണ് അഷ്ടമുടിക്കായലിന്റെ തീരത്തുള്ള ഈ പള്ളി. ഒപ്പം ഏക ക്രൈസ്തവ കുടുംബം മാത്രം അംഗത്വമുള്ള ഈ പള്ളിയുടെ പ്രവർത്തനം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദത്തിന്റെ നല്ല ഉദാഹരണം കൂടിയാണ്. മനോഹരമായ ഈ പള്ളിയുടെ മുൻഭാഗം അഷ്ടമുടിക്കായലാണ്. അവിടെ ബോട്ട് അടുപ്പിക്കാനുള്ള നിർമ്മാണമുണ്ട്. നമ്മളെ ഈ സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിച്ചത് ആദ്യം കണ്ട പ്രവീൺ തന്നെയാണ്. ഈ പോക്ക് പക്ക ഗ്രാമീണ അന്തരീക്ഷത്തിൽ പുള്ളി നടത്തുന്ന ഒരു സ്റ്റേ ഉണ്ട്. അത് കാണാനും പരിചയപ്പെടുത്താനുമാണ്. വണ്ടികൾക്ക് വരാൻ വേറെ വലിയ വഴിയുണ്ടെങ്കിലും അല്പം കുറുക്കു വഴികൾ കയറി പോകുന്നതാണ് അതിൻ്റെ ഒരു ത്രില്ല്. 2 മുറിയും അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റിയും ഒക്കെ ഉള്ള ഹെവൻ റെസിഡൻസി. ഇവരുടെ ടൂർ കമ്പനിയുടെ പേര് ഹെവൻ ഓഫ് മൺറോ എന്നാണ്. ഇവിടെ ആണെങ്കിൽ ഹോംലി മീൽസും അവൈലബിൾ ആണ്. ഇതിൽ കാണുന്ന എല്ലാ വീഡിയോകളും വിശദമായി ചാനലിൽ കാണാം. അങ്ങനെ ഞങ്ങൾ മൺറോ തുരുത്തിൽ നിന്നും ഒരു ജങ്കാർ യാത്രയിലേക്കാണ് അടുത്തു പോകുന്നത്. പെരുമൺ ജങ്കാർ സർവീസ്. ഒരു ചെറു ബോട്ടും വള്ളവും തമ്മിൽ പ്ലാറ്റ്ഫോം ഇട്ട് ബന്ധിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയ സെറ്റപ്പ്. കാറുകൾക്കും ബൈക്കുകൾക്കും പാർക്ക് ചെയ്യാനുള്ള ഇരുമ്പ് പ്ലാറ്റ്ഫോം ഉണ്ട്. യാത്രക്കാർക്ക് ഇരിക്കാൻ ബോട്ട്. 10 രൂപയ്ക്ക് യാത്രക്കാരൻ മുതൽ 150 രൂപയ്ക്ക് ടെമ്പോ ട്രാവലർ വരെ കൊണ്ടുപോകും. വിദ്യാർത്ഥികൾക്ക് സൗജന്യമാണ് യാത്ര. യാത്രയ്ക്കൊടുവിൽ അങ്ങേക്കരയിൽ വണ്ടി എത്തി ഇറങ്ങുവാണ്. അവിടെ നിന്നും പിന്നെ പോയത് കൊല്ലത്തെ വളരെ പ്രശസ്തമായ മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. 150 രൂപ നിരക്കിൽ ടിക്കറ്റ് എടുത്ത് വലിയ ഷിക്കാർ വള്ളത്തിലാണ് നമ്മുടെ യാത്ര. അകലെയായി കാണാം വിനോദസഞ്ചാരികൾ അനുദിനം വർദ്ധിക്കുന്ന അഷ്ടമുടിക്കായലിലെ വിസ്മയത്തുരുത്ത്. ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജിലേക്ക് കയറുവാണ്. അത് കഴിഞ്ഞ് പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങാം. മുമ്പിൽ കണ്ട ചേച്ചിയുടെ കടയിൽ നിന്നും ഗോലി സോഡ വാങ്ങിക്കുടിച്ചും ഒഴുക്ക് വെള്ളത്തിലിറങ്ങിയ സുഖത്തിൽ തേരാപ്പാര നടന്നും കണ്ടൽ മരങ്ങളിൽ വലിഞ്ഞു കയറി ഇരുന്നും ഫോട്ടോകളും വീഡിയോകളും പകർത്തിയും സമയം ചെലവഴിച്ചു. സാമ്പ്രാണിക്കൊടിയുടെ വശ്യമനോഹരമായ ഈ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ മടങ്ങുവാണ്. അങ്ങനെ സാമ്പ്രാണിക്കൊടിയിലെ ട്രിപ്പും കഴിഞ്ഞ് കൊല്ലത്തേക്ക് പോകും വഴി കടവൂരിനടുത്തുള്ള ഷാപ്പ് മുക്കിൽ ടേസ്റ്റി ഫാസ്റ്റ് ഫുഡ് എന്നൊരു കട. അവിടെ 1 കിലോ ബിരിയാണിക്ക് 140 രൂപ നിരക്കിൽ 2 പേര് ഓരോ കിലോ വീതം കഴിച്ച് പുള്ളിങ്ങി പരീക്ഷിക്കുകയാണ്. 1 കിലോ വരുന്ന പ്ലേറ്റിൽ 3 ചിക്കൻ പീസ് വരും. 2 പീസ് വെച്ചുള്ള സാധാരണ ഒരു പ്ലേറ്റ് ബിരിയാണിക്ക് ഇവിടെ 120 രൂപയാണ്. മൂക്കുമുട്ട അടിച്ചു പെരുക്കിയിട്ട് ഒരു വിധത്തിൽ കടയിൽ നിന്ന് ഇറങ്ങി. ഇനി അതൊന്ന് ദഹിക്കാൻ സമയം കൊടുക്കാൻ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള കൊല്ലം ചിന്നക്കടയിലെ PWD റെസ്റ്റ് ഹൗസിലേക്കാണ്.
കൊല്ലം നഗരമധ്യത്തിൽ കൊല്ലം കണ്ടവനില്ലം വേണ്ട എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ഒരാൾക്ക് വെറും 300 രൂപ ചെലവിൽ 23 മണിക്കൂർ താമസം, അതും പോലീസ് പ്രൊട്ടക്ഷനിൽ. സാധാരണ മുറിക്ക് 600 രൂപ, AC മുറിയാണെങ്കിൽ 1000 രൂപ, പിന്നെ 150 രൂപ അധികം കൊടുത്താൽ ഒരു കിടക്ക എക്സ്ട്രാ കിട്ടും. 4 മുറിയുടെ വലിപ്പമുള്ള ഒരു മുറി, ടൈൽസ് ഇട്ട് നല്ല വൃത്തിയുണ്ട്, മുകളിൽ 2 ഫാൻ, പിന്നെ കുറെ ലൈറ്റുകളുമുണ്ട്, കുറെ ഫർണിച്ചറുകൾ, അടിപൊളി കിടക്ക, പുതുപുത്തൻ ഷീറ്റും പില്ലോയും, എല്ലാം അടിപൊളി. രാത്രിയിൽ കൊല്ലം കാണാൻ ഇറങ്ങി ഇളം കാറ്റുകൊണ്ടൊരു നടത്തം. അടുത്തു തന്നെയുള്ള RP മാളിൽ ഒന്ന് കയറി ഇറങ്ങി. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികളിൽ ഒരാളായ B രവിപിള്ളയുടെ RP ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയുള്ള മാൾ. നടത്തം കഴിഞ്ഞ് ഫുഡ് സ്ട്രീറ്റിലാണിപ്പോ. നൂഡിൽസ് ഉണ്ടാക്കുന്നു, പുട്ടു പുഴുങ്ങുന്നു, ചിക്കൻ പൊരിക്കുന്നു, പൊറോട്ട അടിക്കുന്നു, അങ്ങനെ ആവി പറക്കണ ബീഫ് വട്ടിയത് കണ്ട സാറേ. വൈകുന്നേരം 3 മണി കഴിഞ്ഞ് തുറക്കുന്ന ഈ സ്ട്രീറ്റിന് വെളുപ്പിന് 4 മണി വരെ കാണും. ഞങ്ങളും പൊറോട്ടയും ഓംലേറ്റും ഗ്രേവിയും വാങ്ങി റൂമിൽ പോയിരുന്ന് കഥ പറഞ്ഞ് തട്ടി, അത് കഴിഞ്ഞ് കിടക്കയിലേക്ക്. അടുത്ത ദിനം രാവിലെ യാത്ര ജഡായു പരിസ്ഥിതി ഉദ്യാനത്തിലേക്കാണ്. ഇവിടെ ഞങ്ങളോടൊപ്പം എനിക്ക് വേണ്ടപ്പെട്ട ചിലർ കൂടിയുണ്ട്. രാമായണത്തിലെ ഇതിഹാസ പക്ഷിക്കായി സമർപ്പിച്ച തീം പാർക്ക്. ടിക്കറ്റ് എടുത്ത് കേബിൾ കാറിനുള്ളിൽ അടിപൊളി യാത്ര. പൂർണ്ണമായും സ്വിറ്റ്സർലാൻഡിൽ നിർമ്മിച്ച കേബിൾ കാർ സംവിധാനം. ഹെലിപ്പാഡ് വരെ ഇവിടെ റെഡിയാണ്. കുന്നിൻ പുറത്തെ പാറക്കെട്ടുകൾ അതേപടി നിലനിർത്തി സമുദ്രനിരപ്പിൽ നിന്നും 850 അടി ഉയരത്തിൽ 65 ഏക്കറിൽ ഒരുക്കിയിരിക്കുന്ന ഒരു കിടിലൻ സ്ഥലവും നടുക്ക് ചിറകറ്റ ഒരു പരുന്തിന്റെ കൂറ്റൻ ശില്പം. 2-2.5 മണിക്കൂർ കഴിഞ്ഞ് ചുറ്റിനും നടന്ന കാഴ്ചകൾ കണ്ടും സെൽഫികൾ എടുത്തും നടക്കുന്ന നിറയെ ടൂറിസ്റ്റുകൾക്കിടയിൽ നിന്നും തിരിച്ചിറങ്ങി. ചടയമംഗലത്തുള്ള ഹോട്ടൽ ന്യൂ അയ്യപ്പാസ് ആണ് അടുത്ത വേദി. ഇത്തവണ ജഡായുപ്പാറ ട്രിപ്പിലുണ്ടായിരുന്ന ടീം മൊത്തമുണ്ട്. വീണ്ടും തട്ടി ചിക്കൻ ബിരിയാണി വിത്ത് എഗ്. ഇടയ്ക്ക് വളിച്ച തമാശയൊക്കെ അടിച്ച് പുളിച്ച തൈരൊക്കെ ഒഴിച്ച് സലാഡൊക്കെ കൂട്ടി പപ്പടവും തവിട് പൊടിയാക്കി ചിക്കനും കൂട്ടി ഒരു കോണിയും തട്ടുവാണ്. അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞ് അവരോട് ഗുഡ് ബൈ പറഞ്ഞ് ഞങ്ങളുടെ ട്രിപ്പ് തുടർന്നു. പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ, സമൃദ്ധമായ സസ്യജാലങ്ങൾ, ശാന്തമായ ജലം എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ സ്ഥിതി ചെയ്യുന്ന ഒളിയരിക് വെള്ളച്ചാട്ടമാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഒരു വലിയ ആൽമരം നിലകൊള്ളുന്നു. അതിന്റെ വേരുകൾ വെള്ളച്ചാട്ടത്തിന്റെ ചിതറിത്തെറിക്കുന്ന വെള്ളത്തുള്ളികൾക്കിടയിൽ മുടിയിഴകൾ പോലെ കാണാം. ഏകദേശം 100 അടി ഉയരത്തിൽ നിന്ന് 3 പാളി പാറകളിലൂടെ വെള്ളം വീഴുന്നു. വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാം, അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളം നോക്കി പാറകളിൽ ഇരുന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ള തണുത്ത കാറ്റ് അനുഭവിക്കാം. അങ്ങനെ ഇനിയും ഈ ട്രിപ്പിന്റെ അവസാനത്തെ ഡെസ്റ്റിനേഷനിലേക്കാണ് പുനലൂർ തൂക്കുപാലം. മടിത്തട്ടിലൂടെ കല്ലടയാർ. നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന കല്ലടയാറിന്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വാഹന തൂക്കുപാലം. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ കാലത്ത് ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ നിർമ്മാണം ആരംഭിച്ച് 1880 തുറന്ന തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തൂക്കുപാലം. കരയോടടുത്ത് തന്നെയുള്ള വലിയ 2 കമാന ആകൃതിയിലുള്ള തൂണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ഇരുവശത്തുമായി 2 കൂറ്റൻ ചങ്ങലകളാൽ തൂക്കിയിട്ടിരിക്കുന്ന പാലം. അങ്ങനെ ഈ സ്ഥലത്തോടെ ഞങ്ങളുടെ ഈ കൊല്ലം യാത്ര അവസാനിക്കുവാണ്. 2 പകലും 1 രാത്രിയും നിറയെ അനുഭവങ്ങളുമായി ഭവനത്തിലേക്ക്. ഗുഡ് ബൈ.